എല്ലാ സുഹൃത്തുക്കൾക്കും LCHF റെസിപ്പിയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാ LCHF ഫോളോവേഴ്സിനും സുഖമെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയാസിൽ പരിചയപ്പെടുത്തിയ ചീസി ഓംലെറ്റ് ആണ്. സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓംലെറ്റിന് ചീസും ചെറിയ ടൊമാറ്റോസും ചേർത്ത് ഒരു വ്യത്യസ്ത രുചിയോടുകൂടി തയ്യാറാക്കുകയാണ് ഇവിടെ. ഒന്നിൽ കൂടുതൽ തവണ ഞാൻ ഈ ഓംലെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്, വ്യത്യസ്തമായ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന്. ഞാനിവിടെ 2 മുട്ടയും ചെറി ടൊമാറ്റോസ് 3 നിറത്തിൽ 3 എടുത്തിട്ടുണ്ട്, പിന്നെ സവാളയും, പിന്നെ 2 പച്ചമുളകും മല്ലിയിലയും ചീസുമാണ് എടുത്തിട്ടുള്ളത്. വെജിറ്റബിൾസ് എല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവാള നമ്മുടെ അളവിൽ പറഞ്ഞ അത്രയും എടുത്താൽ മതി. എൻ്റെ കയ്യിൽ ചെറി ടൊമാറ്റോ ഉള്ളതുകൊണ്ട് ഞാൻ അതെടുത്തിരിക്കുകയാണ്. നിങ്ങൾ സാധാരണ ടൊമാറ്റോ എടുത്താൽ മതി. വട്ടത്തിലോ ചതുരത്തിലോ മുറിച്ചെടുക്കാം. ഇനി ആദ്യം ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി പച്ചമുളക്, സവാളയിൽ നിന്ന് 2 സ്പൂണ്, മല്ലിയില എന്നിവ കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. പാൻ ഇവിടെ ചൂടായി. വെളിച്ചെണ്ണയോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഇനി മുട്ട മിക്സ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. മുകളിൽ സവാള വിതറാം. ഇനി ടൊമാറ്റോസ് വിതറി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മഷ്റൂമോ വഴുതനയോ പൊരിച്ചതുണ്ടെങ്കിൽ അത് ഇതുപോലെ മുകളിൽ വിതറി കൊടുക്കാം. ഒരു വ്യത്യസ്ത ടേസ്റ്റ് ആയിരിക്കും. ബാക്കി മല്ലിയില കൂടി ഇട്ട് കൊടുത്തു. ഇനി മുകളിൽ ചീസ് ഇട്ട് കൊടുക്കാം. ഇനി അടച്ചു വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. മൂടിയിൽ വെള്ളത്തുള്ളികൾ വന്നിട്ടുണ്ട്. ഞാനതൊന്ന് പുറത്ത് കുടഞ്ഞു കൊടുക്കുകയാണ്. വീണ്ടും അടച്ചു വെക്കാം. ഒരു ദിവസം 3 മുട്ടയാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. രാവിലെ അല്ലെങ്കിൽ ഉച്ചക്കോ രാത്രിയോ നിങ്ങളുടെ സൗകര്യം പോലെ കഴിച്ചാൽ മതി. എണ്ണത്തിൽ കൂടുതൽ കഴിക്കരുത്. വേവായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. വേവായിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടി വേവിച്ചെടുക്കാം. ഡയറ്റിൽ പൊതുവെ ബ്രോയിലർ ചിക്കനും അതിൻ്റെ മുട്ടയും സപ്പോർട്ട് ചെയ്യുന്നില്ല. നാടൻ മുട്ടയും താറാവ് മുട്ടയും കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ അത് ചൂസ് ചെയ്യണം. ഓംലെറ്റ് വേവായി കഴിഞ്ഞ ശേഷം നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു വെറൈറ്റി ടേസ്റ്റിൽ നമുക്കിത് കഴിക്കാം. ഞാൻ തുറന്നൊന്ന് ചെക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഓംലെറ്റ് നന്നായിട്ട് വേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചീസി ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് സാലഡായിട്ട് കുക്കുംബർ, ബെൽ പെപ്പർ എന്നിവ കൂട്ടി കഴിക്കാം. കൂടാതെ ഞാനിവിടെ കുക്കുംബറും കൂട്ടി സോസും മിക്സ് ചെയ്ത് ആണ് കഴിച്ചത്. ഒരു വ്യത്യസ്ത ടേസ്റ്റ് ആയിരുന്നു. ഇനി ഇവിടെ കാണിച്ചിരിക്കുന്നത് ഞാൻ മറ്റൊരു ദിവസം തയ്യാറാക്കിയ ഓംലെറ്റ് ആണ്. ഇതിന് മുകളിൽ ഞാൻ വഴുതനങ്ങ ഫ്രൈ ചെയ്തത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇറച്ചി ഫ്രൈ ചെയ്തതോ മഷ്റൂം ഫ്രൈ ചെയ്തതോ പനീർ ഫ്രൈ ചെയ്തതോ ഒക്കെ മുകളിൽ വിതറിക്കൊണ്ട് നമുക്ക് വ്യത്യസ്തമായ രുചികളിൽ ഓംലെറ്റ് തയ്യാറാക്കാം.
കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ പോയപ്പോൾ 2 ഉണ്ണിയുള്ള കോഴിമുട്ട കിട്ടി. ഒരു താറാവ് മുട്ടയുടെ അത്രയും വലുപ്പവുമുണ്ട്. 2 ഉണ്ണിയുള്ളത് കൊണ്ട് 2 മുട്ടയിലെ ഫാറ്റും കിട്ടും, ഒരു മുട്ടയിലെ പ്രോട്ടീനും ഉള്ളൂ. ഈ ഈസി ഓംലെറ്റ് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെയും LCHF റെസിപ്പീസ് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.